നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. ഇന്നലെ കോഴിക്കോട് വീട്ടിൽ നിന്നും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. സന്ദീപ് വാര്യരെയും ഉടൻ ചോദ്യം ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അറസ്റ്റിന് മുന്നോടിയായി ഡ്രൈവർ ആൽവിനെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തു. MLAയുടെ ഒളിസങ്കേതം കണ്ടെത്തുകയാണ് ലക്ഷ്യം. മൊബൈൽ പാലക്കാട് ലൊക്കേഷൻ തന്നെയാണ് കാണിക്കുന്നതെന്ന് പറയപ്പെടുന്നു. ഇതേസമയം തികച്ചും അശാസ്ത്രീയമായിട്ടാണ് ഗർഭചിത്രം നടത്തിയതെന്ന് റിപ്പോർട്ട്. യുവതി ആരോഗ്യപരമായും മാനസികമായും തകർന്നുവെന്നും റിപ്പോർട്ടുണ്ട്. യുവതിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു എന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന് പുറമെ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ, സുപ്രീം കോടതി അഭിഭാഷക ദീപ ജോസഫ് എന്നിവർക്കെതിരെ കേസെടുക്കും. കാരക്കൽ എക്സ്പ്രസിൽ മദ്യലഹരിയിൽ തമിഴ്നാട് സ്വദേശികൾ മലയാളികളെ ആക്രമിച്ചതായി റിപ്പോർട്ട്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കയിലെ പ്രളയത്തിൽ 270 മലയാളികളെ ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്തെത്തിച്ചു. രാത്രി വൈകി 12:45 80ഓളം പേരുടെ 2ാം സംഘവും തിരുവനന്തപുരത്തെത്തി. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായ വടകരയിലെ PK ദിവാകരനെ മാക്രി എന്ന് വിളിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ MPയെ ഞോണ്ടാൻ വരരുതെന്നും മാന്തി പൊളിക്കുമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. സോവിയറ്റ് യൂണിയൻ പഴയതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഗാസയിൽ ഈ ക്രൂരതകൾ ഒരിക്കലും നടക്കുമായിരുന്നില്ല എന്ന് CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി പറഞ്ഞു. SIR സമയപരിധി കേരളമടക്കം 12 സംസ്ഥാനങ്ങളിൽ ഡിസംബർ 11 വരെയാക്കി. ഡിസംബർ 16-ന് കരട് പട്ടിക വരും. അന്തിമ പട്ടിക ഫെബ്രുവരി 14-നും. കേസുമായി എത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ DYSP ഉമേഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പാലക്കാടാണ് സംഭവം. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ICUയിലാണ് മുൻ പ്രധാനമന്ത്രി. ശബരിമലയിൽ തിരക്കിന് അല്പം കുറവ് അനുഭവപ്പെട്ടു. കച്ചവട സ്ഥാപനങ്ങളിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കി. പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.